നൂറനാട് ലയൺസ് ക്ലബ്ബിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നൂറനാട് ലയൺസ് ക്ലബ്ബിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. PDG ഡോക്ടർ AG രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടത്തി. അതാണ് പറയുന്നത് അങ്ങനെ ആവശ്യമുള്ളവരെ കണ്ടെത്തി സർവീസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ലൈനായി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ബ്രസീലിൽ നമുക്കറിയാം, ബ്രസീലിൽ ഏറെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യമാണ്. അതായത് അത്ര ഡെവലപ്ഡല്ല, ഡെവലപ്പിംഗ് രാജ്യമാണ്. നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ആ രാജ്യത്തിലും ഇതുപോലെ ധാരാളം പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നല്ല പ്രകൃതി മനോഹരം നമുക്കറിയാം, ഇതൊക്കെയുള്ള രാജ്യമാണ്. നല്ല വനപ്രദേശമൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ. പക്ഷേ അവിടെ ഇതുപോലെ അവിടെ പോലും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ശുദ്ധമായ ജലം കിട്ടാത്ത സ്ഥലങ്ങൾ. അപ്പം അദ്ദേഹം ജനിച്ചു വരുന്ന പ്രദേശത്ത് അത് ആദ്യം ചെയ്ത സർവീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവിടെ നല്ല പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാനുള്ള ഒരു സർവീസ് പ്രോജക്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അതിന് വേണ്ടിയിരുന്നത് ഫിൽറ്റർ വേണം. അതിന് അദ്ദേഹം ചെയ്യുന്നത് സിറാമിക് ഫിൽറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്, നല്ല വാട്ടർ ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടി. നൂറനാട് ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പ്രസിഡന്റായി K രാജേന്ദ്രനും സെക്രട്ടറിയായി T അജികുമാർ ചാരുമൂട്ടിലും ട്രഷററായി സന്തോഷുമാണ് ചുമതലയേറ്റത്. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് G അനിൽ ചടങ്ങിൽ അധ്യക്ഷനായി. ആദ്യകാല അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. അയ്യപ്പൻ പിള്ള ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. എനിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരമായ നമ്മുടെ നൂറനാട് ക്ലബിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു സ്വന്തമായ അഹങ്കാരം തന്നെയാണ് നമ്മുടെ രാജവർദ്ധന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പൊതുജന മധ്യത്തിലുള്ള നിലപാടും അദ്ദേഹത്തിന്റെ മാന്യതയും. ലയൺസ് സോൺ ഭാരവാഹികളായ അഡ്വക്കേറ്റ് RV ബിജു, അബ്ദുൾ റഹീം, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി K ശിവൻകുട്ടി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിന്ധുദാസ്, K രാജേന്ദ്രൻ, T അജികുമാർ, രാജീവ്, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനം മറ്റുള്ള മെമ്പേഴ്സ് നോക്കുന്നത് അവരുടെ പ്രവർത്തനത്തെ പറ്റി പങ്കുവയ്ക്കാറുണ്ട്. ഒരു തന്നെ ഓർപ്പിച്ചതാണ്, എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് ഈ ക്ലബിൻ്റെ പാരമ്പര്യവും പിന്നെന്താണ് പാരമ്പര്യത്തേക്ക് കോട്ടം വരാത്ത രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല.